ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്തയുടെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ 65,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താം. ഇനി സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇന്ന് കേരളത്തിലെ കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 8 മണി വരെയുള്ള കളക്ഷൻ 584 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 24,874 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി പുറത്തു വരുന്ന കണക്കുകൾ. 13.86% ഒക്യുപ്പൻസി, അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ കളക്ഷൻ വന്നിരിക്കുന്നത് 41,62,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ട്രാക്ഡ് കളക്ഷൻസ് 50 ലക്ഷം രൂപ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് തന്നെ പറയാം. സിനിമയ്ക്ക് പോസിറ്റീവും ഹെവി പോസിറ്റീവും ഒക്കെ വന്നെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യം, അതായത് പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിനിടയിലേക്ക് വന്നിട്ടില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മലയാളം ഡബ്ഡ് വെർഷൻസ് ഇല്ല. രണ്ടാമത്, ഈ സിനിമ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അവാർഡ് പടമെന്ന് പച്ച മലയാളത്തിൽ പറയാവുന്ന ടൈപ്പാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ കളക്ഷനും സിനിമയ്ക്ക് 70-80 ലക്ഷം രൂപ വരെ കേരളത്തിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മികച്ച കളക്ഷൻ തന്നെയാണ്. കാരണം ആദ്യ ദിനം നമ്മളൊരു 80 ലക്ഷം രൂപ മാക്സിമം പ്രതീക്ഷിച്ചെടുത്ത് 1,11 രൂപ വന്നു. ഇന്ന് 50 ലക്ഷം രൂപ പ്രതീക്ഷിച്ചെടുത്ത് 80 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 10,50 ലക്ഷം രൂപയാണ് ഒഫീഷ്യലായി പുറത്ത് വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കണക്കുകൾ 8,48 ലക്ഷം രൂപയോളമാണ്. അത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 2,12 ലക്ഷം രൂപയും, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 2 കോടിയും, കേരളത്തിൽ നിന്ന് 1,10 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം രൂപയും എന്നുള്ളതാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക്കിൽ നിന്ന് 5,72 ലക്ഷം രൂപയാണ് വന്നതായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഓവർസീസിൽ നിന്ന് $312K, അതായത് 2.76 കോടി, മൊത്തം 8,48 ലക്ഷം രൂപ എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഒഫീഷ്യലായി വന്നിരിക്കുന്നത് 10.5 കോടി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നു മണിക്കൂറിൽ 5,800ഓളം ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു സിനിമയ്ക്ക് 8 കോടിക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച കൂടിയാണ് ഇത് ആയതുകൊണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഏകദേശം 18-19 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൂടാതെ മികച്ച പെർഫോമൻസ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ സിനിമയെ എല്ലാവരും കാണുന്നത്. ഒരു നടൻ്റെ അല്ല, എല്ലാ നടന്മാരുടെയും പെർഫോമൻസിനെ ആളുകൾ നല്ല ലെവലിൽ തന്നെ കാണുന്നു. അതുകൂടാതെ സിനിമാറ്റോഗ്രാഫി, അതേപോലെ തന്നെ ആർട്ട് വർക്ക്, ഇതെല്ലാം അതേപോലെ മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നു. എന്താണെങ്കിലും സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 20 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണെങ്കിൽ തന്നെ വലിയ സംഭവം. എന്നാലും ഈ ഒരു സിനിമയ്ക്ക് അവാർഡ് കാറ്റഗറി എന്നുള്ളൊരു പേരിന്ന് വീണിരിക്കുകയാണ്. പല രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ, അതിൽ കൂടുതൽ പങ്കും മലയാളികൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ഓവറോൾ മികച്ച അഭിപ്രായം ലഭിച്ചുവെങ്കിലും ബോക്സ് ഓഫീസിൽ ആ കിലുക്കം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.